ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്ക് മുള്ളും തലയും കൊണ്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ നോക്കിയാലോ? ഞാൻ അതിലേക്ക് കണ്ടിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 2 തക്കാളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ പുളിയൊന്ന് കോരാനായിട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ. എരിവ് കുറഞ്ഞ മുളക് പൊടിയുണ്ട്. ഞാൻ അതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പുളിവെള്ളം കൂടെ നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, പിഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കപ്പ കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മുള്ളൻ തലയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകിലേക്ക് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ മേലിലേക്ക് നന്നായിട്ടൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്ക് ഒന്ന് എടുത്ത് കൊടുക്കാം. നമ്മുടെ കപ്പയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടാണ്, നല്ല അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറിയിട്ട് വരികയാണ്. ഇവിടെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത്